നമസ്കാരം. അഴീക്കോടൻ രാഘവന് ശേഷം ടി.കെ. രാമകൃഷ്ണനില്ലാതെ ഒരു ചിരിക്കുന്ന സഖാവ് നമുക്കുണ്ടോ? എൻ.എസ്. മാധവൻ നാലാം ലോകം എന്ന തന്റെ വിഖ്യാതമായ കഥയിൽ ചോദിച്ച കാര്യം തിരിച്ചിടാൻ സമയമായിരിക്കുന്നു. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനി എന്നാണ് ഒരു ചിരിക്കുന്ന സഖാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്ത് ഉണ്ടാവുക? സൗമ്യവും ദീപ്തവുമായ ഒരു ഓർമ്മയാവുകയാണ് യെച്ചൂരി എന്ന CPM ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതമാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡർത്തിൽ. സദാ മലബന്ധം അനുഭവിക്കുന്നവരെ പോലെ അതിഗൗരവത്തിന്റെ ഒരു ഡാർക്ക് മൂഡ് സൃഷ്ടിക്കാൻ കേരളത്തിലടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നതായി പല പൊതുവേദികളിലെയും അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. PK ശ്രീമതി ടീച്ചർ പോലും പിണറായി വിജയന്റെ ശബ്ദവും ശരീരഭാഷയും അനുകരിക്കുന്നുവെന്ന സോഷ്യൽ മീഡിയ പരിഹസിക്കുന്ന കാലത്ത് യെച്ചൂരിയെ പോലെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആരുമായും സൗഹൃദമാകുന്ന വ്യക്തികളുടെ പ്രസക്തി ഏറുകയാണ്. 10ാം ക്ലാസ്സും ഗുസ്തിയുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടവിറങ്ങാനെത്തിയ നേതാവല്ല യെച്ചൂരി. എഴുതിയ പരീക്ഷകളെല്ലാം റാങ്കോടെ പാസ്സായ പ്രതിഭയാണ്. രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമായിരുന്നു. ആ രീതിയിലുള്ള ഐക്യമുള്ള തലച്ചോറായിരുന്നു അദ്ദേഹത്തിന്റെ. 1952 ഓഗസ്റ്റ് 12 തെലുഗു സംസാരിക്കുന്ന ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമായുജുല യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായ മദ്രാസിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത്. പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ജാതിയും മതവും പൂണൂലുമൊക്കെ അദ്ദേഹം കളഞ്ഞിരുന്നു. മതം ഉപേക്ഷിച്ച എക്സ് ബ്രാഹ്മണൻ എന്നാണ് അദ്ദേഹം ഒരിക്കൽ തമാശയായി പറഞ്ഞത്. യെച്ചൂരി ജനിച്ചത് ബ്രാഹ്മണ സമുദായത്തിലാണെന്ന് പോലും പലർക്കും അറിയില്ല. പിതാവ് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ സർക്കാർ സർവീസിൽ ആയിരുന്നു. ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. കലുഷിതമായ തെലങ്കാന മുന്നേറ്റമുണ്ടായ 60കളുടെ അവസാനത്തോടെ ഡൽഹിയിലേക്ക് മാറിയതാണ് ജീവിതത്തിൽ നിർണായകമായത്. പഠനകാലത്ത് CBSE ഹയർ സെക്കൻഡറി തലത്തിൽ അഖിലേന്ത്യയിൽ 1ാം റാങ്ക് നേടിയിട്ടുണ്ട് സീതാറാം എന്ന ബാലൻ. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പ്രശസ്തമായ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം റാങ്കോടെ ഡിഗ്രി കരസ്ഥമാക്കി. 1975 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടി. സത്യത്തിൽ JNUവിന്റെ പ്രോഡക്റ്റാണ് യെച്ചൂരി. പിൽക്കാലത്തും ജീവിതത്തിൽ ഉടനീളം ഒന്നിച്ച് സഞ്ചരിച്ച കാരാട്ടിനെ പറയാതെ യെച്ചൂരിയുടെ ജീവിതം പൂർണ്ണമാവുകയില്ല. മദ്രാസിൽ നിന്ന് എഡിൻബറോയിൽ ഗവേഷണ വിദ്യാർത്ഥിയായി പോയ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടാണ് JNUവിൽ 70കളുടെ തുടക്കത്തിൽ എത്തിപ്പെട്ടത്. യെച്ചൂരി JNUവിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ MAക്ക് ചേർന്നത് 73ലാണ്. വൈകാതെ തന്നെ JNUവിൽ കാരാട്ട് യെച്ചൂരി ദ്വന്ദ്ങ്ങൾ പ്രശസ്തരായി. ഈ കോംബോ പാർട്ടിയിലും ആവർത്തിച്ചു. കാരാട്ടിന് ശേഷമാണ് യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി ആകുന്നതും. പിന്നീട് ഇവർ 2 ആശയചേരിയിലായി എന്നത് വേറെ കാര്യം. ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. സ്വാഭാവികമായും JNU ക്യാമ്പസ് പ്രകോപിതമായി. ക്യാമ്പസിൽ പോലീസ് തേർവാഴ്ച അരങ്ങേറി. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനക ഗാന്ധി അന്ന് JNUവിൽ ജർമ്മൻ സ്റ്റഡീസിൽ വിദ്യാർത്ഥിയാണ്. അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് SFI കാരനായ DP ത്രിപാഠിയാണ്. ക്ലാസുകൾ ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ തീരുമാനിച്ചിരുന്നു. മേനക ഗാന്ധി ക്ലാസ്സിൽ കയറാൻ വന്നപ്പോൾ ത്രിപാഠി തടഞ്ഞത് വൻ കേസായി. അതോടെ ക്യാമ്പസിൽ പോലീസ് നായാട്ടായി. യെച്ചൂരിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം അദ്ദേഹം ജയിലിലായി. പക്ഷേ MA ഉയർന്ന മാർക്കോടെ വിജയിച്ച അദ്ദേഹം JNUവിൽ തന്നെ PhDക്ക് ചേർന്നിരിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരിച്ചെത്തിയ യെച്ചൂരി 77ലും 78ലും സ്റ്റുഡൻസ് യൂണിയന്റെ സ്ഥാനം വഹിച്ചു. പക്ഷേ 1977 തിരഞ്ഞെടുപ്പിൽ പരാജയം നേടിയിട്ടും ഇന്ദിരാഗാന്ധി JNUവിന്റെ ചാൻസലർ സ്ഥാനം വിട്ടില്ല. ഇതിനു മുൻപേ വിദ്യാർത്ഥികൾ പ്രതിഷേധം മൂലം വൈസ് ചാൻസലർ സ്ഥാനം ഡോക്ടർ BD നാഗ് ചൗധരി രാജിവെച്ചിരുന്നു. അതേ ദിവസം ഉച്ചയ്ക്ക് സീതാറാം യെച്ചൂരിയും വിദ്യാർത്ഥികളും ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കാണാനായി ഇന്ദിരാഗാന്ധി വേദിയിൽ വന്നപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് സീതാറാം യെച്ചൂരി ഒരു നിവേദന പത്രിക വായിച്ചു. തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ നടത്തിയ അതിക്രമങ്ങളെ കുറിച്ചാണ് യെച്ചൂരി വായിച്ചത്. ഇത് കേട്ട് രോഷാകുലയായി ഇന്ദിര തിരിച്ചു വീടിനകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി JNU ചാൻസലർ സ്ഥാനം രാജിവെച്ചു.
ഇതും യെച്ചൂരിയുടെ ഇമേജ് വല്ലാതെ ഉയർത്തി. ഇന്ത്യയെ പോലും വിറപ്പിച്ച നേതാവ് എന്ന് അദ്ദേഹം പ്രകീർത്തിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ആ പഴയ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഇന്ദിരാഗാന്ധിയോട് യെച്ചൂരി മാപ്പ് പറയുന്ന എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടക്കാറുണ്ട്. 1978 SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. ബംഗാളിൽ നിന്നോ കേരളത്തിൽ നിന്നോ അല്ലാതെ SFIയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. SFIയെ പോലെ ഈ പ്രവർത്തന മികവ് അദ്ദേഹത്തെ നേരിട്ട് CPMന്റെ ഉന്നത സമിതികളിൽ എത്തിച്ചു. ഒരു സംസ്ഥാന ഘടകത്തിലും പ്രവർത്തിക്കാതെ നേരിട്ട് പാർട്ടി സെന്റിന്റെ പിന്തുണയോടെ 32-ാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിലും 40-ാമത്തെ വയസ്സിൽ പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹം അംഗമായി. ഒപ്പം പ്രകാശ് കാരാട്ടും ഉണ്ടായിരുന്നു. പിന്നീട് കാരാട്ടിന്റെ ഭാര്യ വൃന്ദയും PBയിലെത്തി. ഇതിനെ CPMലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. പക്ഷെ സത്യം അതല്ല. കഴിവിനുള്ള അംഗീകാരം തന്നെയാണ് അവർക്ക് ലഭിച്ചത്. 2015 ഏപ്രിൽ 19 വിശാഖപട്ടണത്ത് നടന്ന പാർട്ടിയുടെ 21ാമത് പാർട്ടി കോൺഗ്രസിൽ CPMന്റെ ജനറൽ സെക്രട്ടറിയായി യെച്ചൂരി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2018-ലും 2021-ലും അദ്ദേഹം തന്നെ തുടർന്നു. 2005-ലാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യസഭയിലും നർമ്മം തുളുമ്പുന്ന സംഭാഷണങ്ങളും ക്രിയാത്മക ചർച്ചകളുമായി യെച്ചൂരി തിളങ്ങി. അന്താരാഷ്ട്ര വിഷയങ്ങളുടെ CPM തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയുടെ എഡിറ്ററും കൂടി അന്ന് യെച്ചൂരിയായിരുന്നു. നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രശംസനാർഹമായിരുന്നു. നേപ്പാളിലെ പ്രമുഖ മാവോവാദി നേതാക്കളായ പ്രചണ്ഡ, ബാബുറാം ഭട്ടറായി തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യെച്ചൂരിക്ക്. ഹിന്ദുത്വ രാഷ്ട്രീയ പ്രോജക്റ്റുകളെ പറ്റി ഉൾപ്പെടെ 1 ഡസനിലധികം പുസ്തകങ്ങളുടെ രചയിതാവായ യെച്ചൂരി ദശാബ്ദങ്ങളായി സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ നിശിത വിമർശകൻ കൂടിയാണ്. ആസന്നമായ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ അപഗണനകളെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് വിശകലനം ചെയ്ത ഇടത് നേതാവ് കൂടിയാണ് അദ്ദേഹം. 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്ത് ഡൽഹിയിൽ കാരാട്ടിനൊപ്പം അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാരായി പലരും പരിഗണിക്കുന്നത് 1ാം UPA ഭരണമാണ്. അന്ന് ശരിക്കും ഒരു കിങ് മേക്കറുടെ റോളിലായിരുന്നു യെച്ചൂരിയും കാരാട്ടും. അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിടാതെയുള്ള പ്രായോഗികതയാണ് സീതാറാം യെച്ചൂരി. കോൺഗ്രസുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന കാരാട്ട് ലൈനിന് വിരുദ്ധമായിരുന്നു യെച്ചൂരിയുടെ ലൈൻ. ഇത് പലപ്പോഴും പാർട്ടിയിൽ പ്രശ്നമായി. പക്ഷേ 2019-ൽ അദ്ദേഹത്തിന്റെ ഐക്യ ലൈനിനെ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് ബന്ധം വേണമെന്ന് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നിലയുറപ്പിച്ചു യെച്ചൂരി നടത്തിയത് CPMനെ സംബന്ധിച്ച സമാനതകളില്ലാത്ത ഉൾപാർട്ടി പോരാട്ടമായിരുന്നു. പോളിറ്റ് ബ്യൂറോയിൽ ന്യൂനപക്ഷമായിട്ടും ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചു. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് യെച്ചൂരി ലൈനിന് പച്ചക്കൊടി കാട്ടി. പക്ഷേ ബംഗാളിൽ ആ സഖ്യശ്രമം പൊളിഞ്ഞു. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടും കോൺഗ്രസ് ബംഗാൾ ഘടകം CPMന്റെ ആഗ്രഹം ചവറ്റുകുട്ടയിലിറങ്ങി. ശേഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നുവെന്ന കാഴ്ചയാണ് കണ്ടത്. അതോടെ കോൺഗ്രസ് സഖ്യം എന്ന ആശയം ചീറ്റി. പ്രതിപക്ഷ ഐക്യനിര രൂപീകരണത്തിൽ ഉൾപ്പെടെ യെച്ചൂരിയുടെ വൈദഗ്ധ്യം ദേശീയ രാഷ്ട്രീയം പലപ്പോഴും കണ്ടു. BJPക്കെതിരെ പ്രായോഗിക അടവിന് മുൻതൂക്കം വേണമെന്ന വാദമുയർത്തുന്ന യെച്ചൂരിയെയായിരുന്നു ഇന്ത്യ സഖ്യത്തിനായും മുൻകൈയെടുത്തത്. ഇന്ത്യ സഖ്യമാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDAയെ ഞെട്ടിക്കുകയും ചെയ്തു. കേരളവുമായുള്ള യെച്ചൂരിയുടെ പ്രത്യേക ബന്ധത്തിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് VS അച്യുതാനന്ദനുമായിട്ടുള്ള ബന്ധമായിരുന്നു. കഴിഞ്ഞ വർഷം VSന് 100 വയസ്സ് തികയുമ്പോഴും ആശംസകളുമായി യെച്ചൂരി ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത് 41 വർഷം മുൻപാണ്. സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ 35 വർഷമായി. 29 വർഷത്തെ പ്രായവ്യത്യാസം ഈ കൂട്ടുകെട്ട് ബലപ്പെടുത്തുന്നതിന് തടസ്സമായില്ല. അവശ്യഘട്ടങ്ങളിൽ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി VS പക്ഷത്തായിരുന്നു. കേരളത്തിൽ VS അച്യുതാനന്ദനാകട്ടെ യെച്ചൂരി പക്ഷത്തും. ഡൽഹിയിൽ VS യെച്ചൂരി പക്ഷത്തും കേരളത്തിൽ യെച്ചൂരി VS പക്ഷത്തും എന്ന് മാറ്റി പറഞ്ഞാലും തെറ്റല്ല എന്ന് ഇത് സംബന്ധിച്ച മലയാള മനോരമയിൽ ഒരു വന്ന ലേഖനം തന്നെ പറയുന്നുണ്ട്. തന്റെ പുകവലി ശീലത്തെ ചെറുക്കാൻ VS ശ്രമിച്ചതും യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. സ്മോക്കിംഗ് ബാഡ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന മുറി ഇംഗ്ലീഷിൽ VS പറഞ്ഞത് യെച്ചൂരി സ്മരിക്കുന്നു. പക്ഷേ നിർണായക സമയത്ത് VSനെ കൈവിട്ടു എന്ന ആരോപണവും യെച്ചൂരിക്ക് നേരെയുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ LDF VSനെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തിയിട്ടും ജയിച്ചപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായി. ഇത് തടയിടാൻ യെച്ചൂരി ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അന്ന് പകരമായി VS തനിക്ക് ആവശ്യപ്പെട്ട ക്യാബിനറ്റ് പദവി അടക്കമുള്ള തുണ്ട് കടലാസ് യെച്ചൂരിയുടെ കയ്യിൽ നിന്ന് ചോരുകയും ചെയ്തു. VSന്റെ ഇമേജ് മാരകമായി ഇടിയുന്നത് ഈ ഒരൊറ്റ കാരണത്തോടെയാണ്. യെച്ചൂരി VSനെ ഒറ്റി എന്ന വാദവും ശക്തമാണ്.
പക്ഷേ CPM-ൽ വ്യക്തികളല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുക എന്നാണ് യെച്ചൂരി ഇതേക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചത്. VS-ന്റെ അസാന്നിധ്യം മൂലം പാർട്ടിയിൽ ഒരു വിടവുണ്ട് എന്നത് നേരാണ്. എല്ലാ വലിയ നേതാക്കളുടെ കാര്യത്തിലും ഇതുണ്ട്. പക്ഷേ ആ വിടവ് നികത്താൻ പാർട്ടിക്കാവുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാലക്രമേണ പതുക്കെ ആ വിടവും നികത്തപ്പെടും. അതേസമയം അവരുടെ സ്വാധീനം പാർട്ടിക്ക് മേൽ തുടർന്നുമുണ്ടാകും. AKGയും EMS-ഉം നിലനിൽക്കുന്നത് പോലെ VS-ഉം നിലനിൽക്കുമെന്നുമാണ് യെച്ചൂരി എന്ന് പറഞ്ഞത്. സീതാറാം 2 തവണ വിവാഹിതനായിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റുമായ വിന മജുംദാറിന്റെ മകൾ ഇന്ദ്രാണി മജുംദാറാണ് ആദ്യ ഭാര്യ. ഡിവോഴ്സിന് ശേഷം അദ്ദേഹം ദ വയറിന്റെ എഡിറ്ററും മുൻ BBC ഹിന്ദി സർവീസിന്റെ ഡൽഹി എഡിറ്ററുമായ സീമ ചിസ്തിയെ ജീവിത സഖിയാക്കുകയും ചെയ്തു. ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റെസിഡന്റ് എഡിറ്ററായും സീമ ജോലി നോക്കിയിട്ടുണ്ട്. ഭാര്യയാണ് തന്നെ സാമ്പത്തികമായി നിലനിർത്തുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ യെച്ചൂരി പറഞ്ഞത്. മകൾ അഖില യെച്ചൂരി എഡിൻബർഗ് സർവകലാശാലയിലടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. 2021 ഏപ്രിൽ 22-ന് കോവിഡ് കാത്തു നിൽക്കുന്ന സമയത്ത് മകൻ മരിച്ചതാണ് സീതാറാം യെച്ചൂരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായി മാറിയത്. സീതാറാം ഇന്ദ്രാണി ദമ്പതികളുടെ മകനായിരുന്നു ആശിഷ്. ഗുഡ്ഗാവിലെ വേദാന്ത ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് 35-കാരനായ ആശിഷ് യെച്ചൂരി മരണത്തിന് കീഴടങ്ങിയത്. ഡൽഹിയിലെ പ്രമുഖ വാർത്താ പോർട്ടലായ ന്യൂസ് ലോണ്ടറിയിൽ സീനിയർ കോപ്പി എഡിറ്ററായിരുന്നു അദ്ദേഹം. അവരുടെ ആഗ്രഹമനുസരിച്ച് മൃതദേഹം വൈദ്യപഠനത്തിനായി ഡൽഹി എയിംസ് ആശുപത്രിക്ക് വിട്ടു നൽകി. 2021 തനിക്ക് നഷ്ടങ്ങളുടെ വർഷമാണെന്നാണ് യെച്ചൂരി പിന്നീട് പ്രതികരിച്ചത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം മകന്റെ ഫോട്ടോ എക്സിബിഷൻ കണ്ടപ്പോൾ യെച്ചൂരി വികാരാധീനനായിരുന്നു. ഭാര്യ സ്വാതി മുൻകൈയെടുത്താണ് ആശിഷിന്റെ ഫോട്ടോ പ്രദർശനം നടത്തിയത്. തീക്ഷ്ണതയുള്ള നിലപാടും മൂർച്ചയുള്ള വാദങ്ങളുമായി വിപ്ലവ പാർട്ടിയെ നയിക്കുന്ന നേതാവ് തന്റെ മരിച്ചുപോയ മകൻ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾക്ക് മുന്നിൽ ഒന്നിടറി. ഏറ്റവും വിചിത്രം സീതാറാം യെച്ചൂരിക്ക് ഇങ്ങനൊരു മകൻ ഉണ്ടെന്നത് തന്നെ പലർക്കും അറിയില്ല എന്നതായിരുന്നു. കോവിഡ് കാലത്തെ ആ ദുരന്ത വാർത്തയ്ക്ക് ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം പലരും അറിയുന്നത്. മക്കളെ ഉന്നത സ്ഥാനങ്ങളിൽ കുത്തിക്കയറ്റാൻ നോക്കുന്ന കേരള നേതാക്കളുടെ ഇടയിൽ സീതാറാം യെച്ചൂരി വീണ്ടും വ്യത്യസ്തനാവുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രിവിലേജുകളും ഇല്ലാതെ മക്കൾ രാഷ്ട്രീയത്തിന്റെ കറപുരളാതെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം യെച്ചൂരിയുടെ മക്കൾ പിടിച്ചു നിന്നു. ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസു മുതൽ പിണറായിയുടെ മകൾ വീണ വരെ നീളുന്ന മക്കൾ ക്രോണിസം യെച്ചൂരിയിൽ അവശേഷിക്കുന്നില്ല. അങ്ങനെ ഒരു ഇല പൊഴിയുന്നത് പോലെ പതുക്കെ യെച്ചൂരിയും കടന്നു പോവുകയാണ്.